നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോനാജറിയും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. വന്യജീവി ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ മൂന്നാറിൽ കൺട്രോൾ റൂം തുറക്കാൻ തീരുമാനം. വയനാട് മാതൃകയിൽ മുഴുവൻ സമയ നിരീക്ഷണം ഉറപ്പാക്കും. വനമന്ത്രി AK ശശീന്ദ്രൻ വിളിച്ച യോഗത്തിലാണ് തീരുമാനം. ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിനും യോഗത്തിൽ പങ്കെടുത്തു. ദീപക് ധർമ്മടമുണ്ട് വിവരങ്ങളുമായി. ദീപക്, വന്യജീവി ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് മൂന്നാറിലുണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ടൂറിസം മേഖല ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അവിടെ സുരക്ഷിത ബോധം ഉറപ്പാക്കേണ്ടതുണ്ട്. എന്തൊക്കെ അടിയന്തര നടപടികൾക്കാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്? ഗൂഗിൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൻ്റെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ഒരു ടൂറിസം കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി വനം മന്ത്രി യോഗം വിളിച്ചത്. വനം മന്ത്രി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അടിയന്തര ഓൺലൈൻ വിളിക്കുകയായിരുന്നു മന്ത്രി AK ശശീന്ദ്രൻ. ആ യോഗത്തിൽ ഇടുക്കിയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിനും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും പങ്കെടുത്തു. വനം മേധാവി, അതുപോലെ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇവരെല്ലാം പങ്കെടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഴുവൻ സമയ കൺട്രോൾ റൂം തുറക്കാൻ മൂന്നാറിൽ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതുപോലെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലുള്ള സംയുക്ത സമിതി ഏർപ്പെടുത്തും. മാത്രവുമല്ല, ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് പ്രധാന ആനത്താരകളിൽ നേരത്തെ പടയപ്പ ഉൾപ്പെടെയുള്ള നിരവധി ആനകളുടെ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു നിരീക്ഷണം, മുഴുവൻ സമയ നിരീക്ഷണം ഏർപ്പെടുത്തുന്നു. ലൈറ്റിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ആനത്താരകളിൽ പലയിടത്തും വെളിച്ചമില്ല എന്ന് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പറയുകയുണ്ടായി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു, വനം വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥരെ കൂടാതെ. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്, ഒന്ന്, പല മേഖലയിലേക്കും നിരീക്ഷണത്തിനുള്ള സാങ്കേതിക സംവിധാനം സാധ്യതയില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം അടിയന്തര പ്രാധാന്യത്തിൽ പരിഹരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനിയൊരു മരണം അവിടെ വന്യജീവി ആക്രമണത്തിൻ്റെ പേരിൽ മൂന്നാറിൽ ഉണ്ടാകരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ്. അതിന് സാധ്യമായതെല്ലാം ചെയ്യാനുള്ള അനുമതിയാണ് യോഗത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രനും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെ ചുമതലക്കാരനായ മന്ത്രി റോഷി അഗസ്റ്റിനും നൽകിയത്. സംയുക്തമായി റവന്യൂ, വനം, പോലീസ് തുടങ്ങിയ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംയുക്ത സമിതി, മോണിറ്ററിംഗ് സമിതി ഉണ്ടാകും. മാത്രമല്ല, RRT വളണ്ടിയർമാരുടെ നിരവധി സംഘങ്ങളായി ഈ പറയുന്ന ഇടുക്കിയുടെ, നേരത്തെ വയനാട്ടിലൊക്കെ പരീക്ഷിച്ച മാതൃകയാണിത്, ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ, മൂന്നാറിൻ്റെ വിവിധ ആനത്താരകളിൽ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്താൻ പോകുന്നു. മുഴുവൻ സമയ കൺട്രോൾ റൂം തുറക്കാൻ പോകുന്നു. ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് അടിയന്തര നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗോകുൽ. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും മൂന്നാറിൽ അടിയന്തരമായി കൺട്രോൾ റൂം തുറക്കുകയാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് വനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ചടുലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ഉടനടിയുള്ള നടപടികളിലേക്ക് വയനാട് മോഡൽ RRT സംഘത്തെ സജ്ജമാക്കാനും നിർദ്ദേശം നൽകിയിരിക്കുന്നു. ശബരിമല മാളികപ്പുറം മേൽശാന്തിയായി മലയാളി ബ്രാഹ്മണരെ മാത്രം നിയമിച്ചാൽ മതിയെന്ന ദേവസ്വം ബോർഡിന്റെ വിജ്ഞാപനം ഹൈക്കോടതി ശരിവെച്ചു. വിജ്ഞാപനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. കീഴ്വഴക്കം അനുസരിച്ച് ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഹൈക്കോടതി വിധിയുടെ വിശദാംശങ്ങൾ. ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമനത്തിന് മലയാളി ബ്രാഹ്മണരെ മാത്രം പരിഗണിക്കാൻ തീരുമാനിച്ച ദേവസ്വം ബോർഡിന്റെ വിജ്ഞാപനത്തിനെതിരെയായിരുന്നു ഹർജി എത്തിയത്. ഇതിൽ വിശദമായ വാദം കേട്ടു. ബോർഡിന്റെ നിയമന വിജ്ഞാപനം ഒടുവിൽ ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. വിജ്ഞാപനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾ കോടതി തള്ളി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ വിധി. ദേവസ്വം ബോർഡിന് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരമുണ്ടെന്നും കീഴ്വഴക്കമനുസരിച്ച് ബോർഡിന് തീരുമാനമെടുക്കാം എന്നും നിലവിലിപ്പോൾ ഡിവിഷൻ ബെഞ്ച് വിധിച്ചിട്ടുണ്ട്. വിശാല ബെഞ്ചിലെ വിധി വരും വരെ ഈ തീരുമാനം കാത്തിരിക്കേണ്ടതില്ല, അവർക്ക് നടപടികളുമായി ദേവസ്വം ബെഞ്ചിന് മുന്നോട്ട് പോകാം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി. അതായത് ഈ ദേവസ്വം വിജ്ഞാപനം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി തള്ളി, അവർക്ക് നിരാശ. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. സംസ്ഥാനത്ത് CPIM-ന്റെ ലോക്സഭാ സ്ഥാനാർത്ഥികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 15 സീറ്റുകളിലാണ് CPIM മത്സരിക്കുന്നത്. ആലത്തൂരിൽ K രാധാകൃഷ്ണനും വടകരയിൽ KK ശൈലജയും പാലക്കാട് A വിജയരാഘവനും പത്തനംതിട്ടയിൽ തോമസ് ഐസക്കും മത്സരിക്കും. ഇടത് സ്വതന്ത്രരായി പൊന്നാനിയിൽ KS ഹംസയും ഇടുക്കിയിൽ ജോയ്സ് ജോർജും സ്ഥാനാർത്ഥിയാകും. LDF 20-ൽ 20 സീറ്റിലും വിജയിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഷഫീദ് റാവത്തറുണ്ട് വിശദാംശങ്ങളുമായി. ഷഫീദ്, നേരത്തെ പ്രതീക്ഷിച്ച സാധ്യതാ പട്ടികയിൽ നിന്ന് ഒരു മാറ്റവുമില്ലാത്ത പ്രഖ്യാപനമാണ്. എങ്കിൽ പോലും ഇത്തവണ പൊതു സ്വതന്ത്രരെ പരിഗണിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ സ്വതന്ത്രരെ പരിഗണിച്ചാലും അവരും കൂടി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അത്തരത്തിൽ പാർട്ടിയുടെ ദേശീയ പാർട്ടി പദവി നിലനിർത്തേണ്ടതിന് ഈ വോട്ട്, ചിഹ്നത്തിലുള്ള വോട്ട് പ്രധാനമാണ്. ഒപ്പം മുതിർന്ന നേതാക്കൾ കളത്തിലിറങ്ങുമ്പോൾ അഭിമാന പോരാട്ടം തന്നെയല്ലേ ഇത്?
ഗൂഗിൾ CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു പോരാട്ടമാണ് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളെയും അതേപോലെ തന്നെ സ്റ്റാർ ക്ലാസുകളെയും മുന്നിലിറക്കിക്കൊണ്ടായിരിക്കും ആ പോരാട്ടം CPM നടത്തുക. ആറ്റിങ്ങൽ ജില്ലാ സെക്രട്ടറിയും MLA-യുമായ വി ജോയി, കൊല്ലത്ത് മുകേഷ് MLA, പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക് എന്നിവർ മത്സരിക്കും. ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് തന്നെ, ഇടുക്കിയിൽ ജോയ്സ് ജോർജിന് 3-ാം അംഗമാണിത്. എറണാകുളത്ത് പുതുമുഖം KJ ഷൈനായിരിക്കും തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങുക. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥാണ് മത്സരിക്കുക. അതേപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് പാലക്കാട് PB അംഗം A വിജയരാഘവൻ, പൊന്നാനിയിൽ മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി KS ഹംസ LDF-ന് വേണ്ടി മത്സരിക്കും. മലപ്പുറത്ത് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫും, കോഴിക്കോട് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും മത്സരിക്കും. വടകരയിൽ K മുരളീധരനെതിരെ KK ശൈലജ നേരിടും. കണ്ണൂരിലും കാസർഗോഡും ജില്ലാ സെക്രട്ടറിമാരാണ്. MV ജയരാജനും MV ബാലകൃഷ്ണനും മത്സരിക്കും. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ സ്ഥാനാർത്ഥികളും പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇന്ന് ഈ രാഹുൽ ഗാന്ധി വിഷയത്തിലടക്കം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സാമാന്യ മര്യാദയുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കരുതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. മാർച്ച് 10-നകം എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂർത്തിയാക്കാനും CPM ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ എല്ലായിടത്തും CPM-ന്റെ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ സംഘടിപ്പിച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് തന്നെ നേരിട്ട് ഇറങ്ങുകയാണ്. ഉറച്ച പ്രതീക്ഷയാണ് ഇടതു സ്ഥാനാർത്ഥികൾ പങ്കുവെക്കുന്നത്. 2019-ലുണ്ടായ തിരിച്ചടി ഇത്തവണ മറികടക്കുന്നുവെന്നും സ്ഥാനാർത്ഥികൾ പറയുന്നു. ജനങ്ങളാണ് ആത്യന്തികമായിട്ട് തീരുമാനിക്കുക. അപ്പോൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം അവിടെയുള്ളത്. നമ്മൾ 2004-ൽ കണ്ടൊരു ചിത്രമുണ്ട്. അതിനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പം എന്നുള്ള ഒരു സംഭവമില്ല. 100% വിജയ പ്രതീക്ഷയുണ്ട്. പിടിച്ചെടുക്കാനല്ലാതെ പിന്നെ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ട് വിടാൻ ആരെങ്കിലും ചെയ്യുമോ? ചാലക്കുടിയിൽ വലിയ പ്രതീക്ഷയുണ്ട്. ചാലക്കുടിയിൽ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ പ്രതീക്ഷ മാത്രമല്ല, ആത്മവിശ്വാസമാണ് പ്രധാനം. കാരണം ജനങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ വികാരം കൃത്യമായിട്ട് നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് വലിയൊരു സമരത്തെയാണ് മുന്നിൽ കാണുന്നത്. ഈ ജനകീയ സമരത്തിൽ എല്ലാവിധ സർവ്വശക്തിയും ഉപയോഗിച്ച് പോരാടുക തന്നെ ചെയ്യും. ഒരുപാട് വികസന സാധ്യതയുള്ള ഈ നിയോജക മണ്ഡലത്തിൽ വേണ്ടത്ര വികസനം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇടപെട്ടുകൊണ്ട് വടകരയുടെ സാധ്യതകൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ ശ്രമിക്കുക, ജനങ്ങളെ അതിന്റെ കൂടെ അണിനിരത്തുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത്. മുൻപും നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ ആദരണീയരായ നേതാക്കന്മാരൊക്കെ മലപ്പുറത്ത് വിവിധ മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുപോലെയുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്, മലപ്പുറത്തുണ്ട്. മലപ്പുറം മാറും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ വെക്കുന്ന പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രാം കേരള സർക്കാർ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ പത്തനംതിട്ട ചെയ്ത കാര്യങ്ങൾ ഉറപ്പായിട്ടും അട്ടിമറിക്കുമെന്ന് തന്നെയാണ്. അട്ടിമറിച്ചിരിക്കും. ഇതൊരു ഗുസ്തി മത്സരമല്ല, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ നയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും. അത് ഇടതുപക്ഷത്തിൻ്റെ നന്മ നിറഞ്ഞ രാഷ്ട്രീയമാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും. TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷയില്ല. തടവ് ശിക്ഷ ഹൈക്കോടതി ഉയർത്തി. 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെയും 7-ാം പ്രതിയുടെയും ജീവപര്യന്തം ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി. 6-ാം പ്രതി ജീവപര്യന്തവും 6 മാസം അധിക തടവും അനുഭവിക്കണം. വിചാരണ കോടതി വെറുതെ വിട്ടെങ്കിലും ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ KK കൃഷ്ണനും ജ്യോതിബാബുവിനും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 20 വർഷം കഴിയാതെ പ്രതികൾക്ക് ശിക്ഷാ ഇളവോ പരോളോ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി കർശനമായി നിർദ്ദേശിച്ചു. വിനീത വിജി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിനീത, ഇക്കാലം അത്രയും വലിയ ഇളവുകളും സൗകര്യങ്ങളും സുഖലോലുപതയിൽ അങ്ങനെ ജയിലിൽ കഴിഞ്ഞവരാണ്. അവർക്കാണ് 20 വർഷത്തേക്ക് ഇളവേ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി കോടതി വെക്കുന്നത്. ഒപ്പം ശിക്ഷ ഇരട്ടിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വിധി നൽകുന്ന സന്ദേശം അത് സർക്കാരിന് കൂടി ഈ ഇളവ് നൽകിയ രാഷ്ട്രീയ നേതൃത്വത്തിലൂടെയുള്ള ഒരു സന്ദേശമല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഗോകുൽ. അത്തരം ആവശ്യം കൂടിയാണ് ഈ അഭിഭാഷകരും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പ്രോസിക്യൂട്ടറും അതോടൊപ്പം തന്നെ KK രമയുടെ അഭിഭാഷകരും ഒക്കെ മുന്നോട്ട് വെച്ചൊരു ആവശ്യവും ഇത് തന്നെയായിരുന്നു. കാരണം ഈ പ്രതികൾ ശിക്ഷ അനുഭവിക്കുമ്പോഴും അവർ മറ്റ് കേസുകളിൽ പ്രതികളാകുന്നു, അവർ പരോളിലേക്ക് ഇറങ്ങുന്നു, അവർക്ക് ജയിലെന്ന് പറയുന്നത് ഒരു 2ാം വീടെന്ന തരത്തിലേക്കുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നു. ഇക്കാര്യങ്ങളിൽ ഒരു അറുതി വരണമെന്ന ആവശ്യം തന്നെയാണ് പ്രധാനമായും ആ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ആ വിധി വന്നിരിക്കുന്നു. വിധിയിൽ ഇങ്ങനെയാണ്. കേസിൽ 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7-ാം പ്രതിക്കുമാണ് ഇരട്ട ജീവപര്യന്തം,
അതായത് നിലവിൽ ഇവർക്ക് ജീവപര്യന്തം വിധിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ശിക്ഷാ കാലാവധി അത് 20 വർഷമായി ഉയർത്തിയിട്ടുണ്ട്. പ്രതികൾ നേരത്തെ തന്നെ ശിക്ഷ അനുഭവിച്ചു വരുന്ന കാലം കൂടി പരിഗണിച്ചുകൊണ്ട് ഇനി ബാക്കിയുള്ള ശേഷിക്കുന്ന കാലം കൂടി ശിക്ഷ അനുഭവിച്ചാൽ മതിയാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 8 വർഷക്കാലമാണ് ഇനി പ്രതികൾക്ക് ഈ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടുള്ളത്. ഈ ശിക്ഷാ കാലാവധി കഴിയും വരെയും പരോൾ ഉൾപ്പെടെയുള്ള ഒരു ഇളവും പ്രതികൾക്ക് നൽകരുതെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. പ്രതികൾ അങ്ങനെ ഇളവ് തേടി സമീപിക്കുന്നത് തടയുന്നതിന് കൂടി വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഈ കേസിലെ പ്രതികൾ ഈ ശിക്ഷ ഉയർത്തിയിരിക്കുന്ന പ്രതികൾ ഇങ്ങനെയാണ്. MC അനൂപ് കേസിലെ 1ാം പ്രതിയാണ്. കിർമാണി മനോജ്, കൊടി സുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, K ഷിനോജ് എന്നിവർക്കാണ് ഇങ്ങനെ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കേണ്ടത്. അതായത് ഇവരുടെയാണ് ഈ ശിക്ഷാ കാലാവധി 20 വർഷം എന്ന തരത്തിലേക്ക് കോടതി ഉയർത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിചാരണ കോടതി ഒഴിവാക്കിയ KK കൃഷ്ണനും ജ്യോതി ബാബുവിനും നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരാണ് ഈ 2 പ്രതികളും. ഇവർക്കും ജീവപര്യന്തമാണ് വിധിച്ചിരിക്കുന്നത്. കേസിലെ 6ാം പ്രതിയായ സിജിത്തിന് ജീവപര്യന്തം കൂടാതെ 6 മാസം തടവും കോടതി വിധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ KK രമയ്ക്ക് 7.5 ലക്ഷം രൂപയും ഒപ്പം മകന് 5 ലക്ഷം രൂപയും പ്രതികൾ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കോടതി വിധി അത് സ്വാഗതം ചെയ്യുന്നുവെന്നാണ് വിധി കേട്ടിറങ്ങിയതിനു ശേഷം KK രമ പ്രതികരിച്ചത്. പക്ഷേ നിയമ പോരാട്ടം തുടരുമെന്ന് പറയുന്നുണ്ട്. ഈ കേസിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ അഭിഭാഷകരുമായി സംസാരിച്ചതിന് ശേഷം ഒരുപക്ഷെ മറ്റ് കോടതികളിൽ പോവുകയോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസിൽ ഈ പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് കുടുംബത്തിലെ സാഹചര്യം ഒപ്പം തന്നെ ആരോഗ്യനിലയൊക്കെ പരിഗണിച്ച ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ പ്രതിഭാഗം മുന്നോട്ട് വെച്ചത് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത് സാധാരണ നിലയിലുള്ളതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത സമൂഹത്തിനുണ്ട് എങ്കിൽ പ്രതികൾക്ക് ശക്തമായ ശിക്ഷ നൽകുന്ന വിധിയാണ് ഇക്കാലം അത്രയും അവർ അനുഭവിച്ച ഇളവുകൾ ഇനി ഉണ്ടാകില്ല. 20 വർഷത്തേക്ക് യാതൊരു ഇളവോ പരോളോ ആ പ്രതികൾക്ക് പാടില്ല എന്ന നിർദ്ദേശം കൂടി കോടതി നൽകുന്നുണ്ട്. ഏതായാലും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാനപ്പെട്ട പ്രതികളുടെ ശിക്ഷ ഇരട്ടിയാക്കി ഉയർത്തുകയാണ്. ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തിയിട്ടുണ്ട് ഹൈക്കോടതി. വിധിയുടെ വിശദാംശങ്ങൾ വിനീത വിജിയാണ് പങ്കുവച്ചത്. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും. ഡൽഹിയിലെ 4 ലോക്സഭാ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി 4 സീറ്റുകളിലും സിറ്റിംഗ് MLA മാർ മത്സരിക്കും. ഹരിയാനയിലെ കുരുക്ഷേത്ര സീറ്റിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ? വിശദാംശങ്ങൾ. ഗോകുൽ, കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ സഖ്യത്തിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സീറ്റ് ധാരണയായത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഡൽഹിയിലെയും ഹരിയാനയിലെയും ലോക്സഭാ സീറ്റിലെ സ്ഥാനാർത്ഥികളെ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 സീറ്റിലാണ് ഡൽഹിയിൽ, 7 ലോക്സഭാ സീറ്റിൽ 4 ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുക. ഇതിൽ 4 സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂഡൽഹിയിൽ സോംനാഥ് ഭാരതി, ഈസ്റ്റ് ഡൽഹിയിൽ കുൽദീപ് കുമാർ, സൗത്ത് ഡൽഹിയിൽ സഹിറാം, വെസ്റ്റ് ഡൽഹിയിൽ മഹാബലി മിശ്ര, അതോടൊപ്പം തന്നെ ഹരിയാനയിലെ കുരുക്ഷേത്ര സീറ്റിലുമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചത്. ഹരിയാനയിൽ സുശീൽ ഗുപ്തയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. എന്തായാലും ഇതിൽ 4 സിറ്റിംഗ് MLA മാർ ഡൽഹിയിൽ മത്സരിക്കുന്നത് ശ്രദ്ധേയമാണ്. കുൽദീപ് കുമാർ ഈസ്റ്റ് ഡൽഹിയിൽ, അതായത് ഗൗതം ഗംഭീറിന്റെ മണ്ഡലമായ ഈസ്റ്റ് ഡൽഹിയിൽ കുൽദീപ് കുമാറും മീനാക്ഷി ലേഖിയുടെ മണ്ഡലമായ ന്യൂഡൽഹിയിൽ സോംനാഥ് ഭാരതിയുമാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. നേരത്തെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന മഹാബലി മിശ്ര ഇത്തവണ ആം ആദ്മി പാർട്ടിയുടെ ടിക്കറ്റിലാണ് മത്സരിക്കുന്നത്. എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് ധാരണ ആയതിനു പിന്നാലെയാണ് ഇപ്പോൾ ഹരിയാനയിലെയും ന്യൂഡൽഹിയിലെയും ഡൽഹിയിലെയും ഇപ്പോൾ ലോക്സഭാ സീറ്റ് സ്ഥാനാർത്ഥികളെ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. അസമിലും ബീഹാറിലും ഓപ്പറേഷൻ താമര എന്ന വാർത്ത വരുന്നു. അസമിലെ കോൺഗ്രസ് MLA മാരിൽ ഭൂരിഭാഗവും BJP-യിൽ ചേരുമെന്ന് സൂചന. ബീഹാറിൽ കോൺഗ്രസിന്റെ 2ഉം RJD-യുടെ 1 MLA-യും കൂറുമാറും. നിതിൻ അംബുജൻ തുടരുന്നുണ്ട്. നിതിൻ, അല്ലെങ്കിൽ തന്നെ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹിമാചൽ പ്രദേശിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ കോൺഗ്രസ് ഞെട്ടിയിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ കൂടുതൽ MLA-മാർ BJP പക്ഷത്തേക്ക് കൂറുമാറുമെന്ന വിവരങ്ങൾ വരുന്നത്. ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടി വോട്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണോ ഈ കൂറുമാറ്റ സാധ്യത അല്ലെങ്കിൽ ഓപ്പറേഷൻ താമര എന്നത് നമ്മൾ പറയുന്നത്? ഗോകുൽ, അതും അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ പരമാവധി കോൺഗ്രസ് നേതാക്കളെ അടക്കം, കോൺഗ്രസിലെ അസംതൃപ്തരായ നേതാക്കളെ അടക്കം BJP-യിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ താമര അസമിലും ബീഹാറിലും ഇപ്പോൾ BJP നീക്കം നടത്തുന്നത്. ബീഹാറിലാണെങ്കിൽ ഒരു RJD MLA സംഗീത ദേവി, അതോടൊപ്പം തന്നെ 2 കോൺഗ്രസ് MLA മുരാരി ഗൗതം, സിദ്ധാർത്ഥ് സൗരവ് എന്നിവരാണ് BJP-യിലേക്ക് ചേരുമെന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇന്നൊരു പക്ഷേ BJP-യിലേക്ക് ചേരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അസമിലാണെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ പുറത്തുവന്ന വിവരപ്രകാരമുള്ളത്. അസം മന്ത്രി തന്നെയാണ് ഇതുമായി
ബന്ധപ്പെട്ട് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി അസമിലെ കോൺഗ്രസ് MLA-മാരും അതോടൊപ്പം തന്നെ ഭൂരിഭാഗം നേതാക്കളും തങ്ങളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. വൈകാതെ തന്നെ കോൺഗ്രസിലെ MLA-മാരും നേതാക്കളും BJP-യിലേക്ക് ചേക്കേറുമെന്നാണ് ഇപ്പോൾ അസം മന്ത്രി തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 5 MLA-മാർ ഒഴികെ ബാക്കി എല്ലാ MLA-മാരും തങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നാണ് അസം മന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഒരു ഓപ്പറേഷൻ താമര ഇപ്പോൾ അസമിലും ബീഹാറിലും BJP-യുടെ ഭാഗത്തും നടക്കുന്നുണ്ട്. കൂടാതെ ഗുജറാത്തിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും നേരത്തെ BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കളും MP-മാരും BJP-യിലേക്ക് ചേർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ കോൺഗ്രസ് MLA-മാർ BJP-യിലേക്ക് പോകുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയുള്ള ഈ ഒരു കുതിരക്കച്ചവടം കോൺഗ്രസ് സംബന്ധിച്ചാണെങ്കിൽ വലിയ തരത്തിലുള്ളൊരു തിരിച്ചടിയാണ്. തീർച്ചയായിട്ടും കൂടുതൽ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വിട്ട് MLA-മാർ RJD വിട്ടൊക്കെ BJP-യിലേക്ക് പോകുന്നു. ഓപ്പറേഷൻ താമര സജീവമാകുന്നു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ. നിതിൻ അംബുജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ പിടിയിലായി. പുന്നപ്ര വില്ലേജ് ഓഫീസിലെ വില്ലേജ് അസിസ്റ്റന്റ് MC വിനോദ്, ഫീൽഡ് അസിസ്റ്റന്റ് B അശോകൻ എന്നിവരാണ് പിടിയിലായത്. ഭൂമി തരം മാറ്റുന്നതിനാണ് ഇരുവരും കൈക്കൂലി വാങ്ങിയത്. മനീഷ് മഹിവാൽ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടുകച്ചവടമായിരുന്നു ഇത്? ഗോകുൽ, കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് വണ്ടാനം സ്വദേശിയായ ഒരാൾ വിജിലൻസിൽ പരാതി കൊടുക്കുന്നത്. ഈ രീതിയിൽ പുന്നപ്ര വില്ലേജ് ഓഫീസിൽ നിന്നും ഈ ഭൂമി തരം മാറ്റുന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ ചിലർ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം പറയുന്നത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് കൈക്കൂലി കൊടുക്കാൻ തന്നെ ഇയാൾ എത്തിയത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് പുന്നപ്ര വില്ലേജ് ഓഫീസിലേക്ക് എത്തിയത്. ആ സമയത്താണ് വില്ലേജ് അസിസ്റ്റന്റ് MC വിനോദ്, ഒപ്പം തന്നെ ഫീൽഡ് അസിസ്റ്റന്റ് B അശോകൻ എന്നിവർ അവിടെ ഓഫീസിലുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ ഭൂമി തരം മാറ്റുന്നതിന് RD ഓഫീസിലേക്ക് അപേക്ഷ കൈമാറുന്നതിന് വേണ്ടി 5000 രൂപ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടു. പക്ഷെ ആ പണം മറ്റൊരു സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇടാനാണോ പറഞ്ഞത്. പക്ഷേ അക്കൗണ്ടിലേക്ക് ഇടാൻ ചില സാങ്കേതിക പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഫിനോസ്റ്റലിൻ പുരട്ടിയ നോട്ടുകൾ കൈമാറുകയും ചെയ്തു. പക്ഷേ ഈ നോട്ടുകൾ ഇവർ വാങ്ങാൻ വിമുഖത കാണിച്ചു. പക്ഷേ പിന്നീട് ആദ്യഘട്ടത്തിൽ വിമുഖത കാണിച്ചു. രണ്ടാമത് നോട്ട് വാങ്ങിയപ്പോഴാണ് ചിലർ ഓഫീസിലേക്ക് കയറി വരുന്നത് കണ്ടത്. അങ്ങനെ പെട്ടെന്ന് ഉദ്യോഗസ്ഥരെ കണ്ട ഉടൻ പണം മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ സമയത്ത് തന്നെ വിജിലൻസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഇവർ കൃത്യമായി ഈ രീതിയിൽ പണം വാങ്ങിയിട്ടുണ്ട്, കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇവരെ അവിടെ വെച്ച് തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും ഒരാഴ്ച മുൻപ് തന്നെ ഈ വണ്ടാനം സ്വദേശിയായിട്ടുള്ള ഉള്ളയാൾ ഈ കളക്ടറേറ്റിലേക്ക്. മനീഷ്, ഏതായാലും ആലപ്പുഴയിലെ പുന്നപ്ര വില്ലേജ് ഓഫീസിലെ കൈക്കൂലിക്കാരായ ആണ് ഇപ്പോൾ വിജിലൻസ് കുടുക്കിയിരിക്കുന്നത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.